ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് 4. ഇതെന്താ എപ്പോഴും ഈ സ്ക്രീനൊക്കെ ബാധിക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ട്. ഇവിടെ കാരണം ഗ്രേറ്റ് ഉണ്ട്. അതിൻ്റെ കാര്യം നമുക്ക് ഇപ്പം ആലോചിക്കണ്ട. ഇത് നോക്കണേ കേട്ടെ. അപ്പം ഗായ്സ് നമ്മൾ സ്പോണായി. നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഒരു ഡയമണ്ടേ ഉള്ളൂ. നമുക്ക് ഡയമണ്ട് പിക്കാസൊക്കെ ആക്കിയിട്ടുണ്ട്. അത് ചെസ്റ്റില്ല ഒരു ഡയമണ്ടേ ഉള്ളൂ. ബാക്കി അയോണിക്കുണ്ട് 64. ഇന്ന് നമ്മുടെ പണി വീണ്ടും ഗെയിമിൽ പോയിട്ട് കുറച്ച് ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. നമുക്കിത് വെച്ച് വാളുണ്ടാക്കാൻ പറ്റും. എൻഡറാകണ പോലെ ഉണ്ടാവില്ലേ, സാവലുണ്ടാവില്ല. വാളിന് 2 പോണ വഴിക്ക് വല്ലതും കിട്ടുമായിരിക്കും. നമുക്ക് നമ്മുടെ അയൺ ടൂൾ എടുത്തിട്ട് പോവാം. അയൺ ഭയങ്കര വീക്കാണല്ലോ. അയൺ ഇരിക്കട്ടെ. അയൺ ഗോൾഡ് മാറ്റി വയ്ക്കാം. ഇതും മാറ്റി ഗോൾഡല്ല, ഇത് ഡയമണ്ട്. വാഴനോട് ഉണ്ടാക്കിയിട്ട് പോകണ്ടേ. കുറച്ച് അയനോട്ട് ഇതും കൂടെ ചെയ്ക്ക്. ഇവിടെ സോഡ് ഉണ്ടാവും. അങ്ങനെ മതിയാവും. അയ്യോ, നമ്മൾ ബക്കറ്റ് ഉണ്ടാക്കിയല്ലോ. വീണ്ടും കൊടുക്കുക. ഇപ്പൊ ബക്കറ്റിൻ്റെ കാണാത്ത അതാ 4 ബക്കറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ രണ്ട് ബക്കറ്റ്, ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതാവശ്യമുള്ളൂ. അല്ല, അയണൊക്കെ തിരിച്ചു വെച്ചു. അയണിക്കട്ടെ. സ്റ്റിക്കും തിരിച്ച് വെക്കട്ടെ. ജസ്റ്റ് അറിയാറേ ഡബിൾ ടെസ്റ്റ് വെക്കാം. ഡബിൾ ജസ്റ്റ് അതൊക്കെ എന്നാൽ പോകട്ടെ. ആർമറൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ആവട്ടെ, ആർമർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചാവും, അല്ലെങ്കിലും ചാവുന്നില്ല. കാര്യം മറന്നല്ലോ ഗൈസ്. നമ്മളെ ഡേയും 13 ദിവസമായി. നമ്മൾ സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്തേക്കാണ്. പക്ഷെ എന്താ താത്താൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ പണിക്ക് പോട്ടെ. നമ്മൾ ഇപ്പോഴും ശരിയായിട്ട് ആ കേവ് എവിടെയാണെന്ന് വലിയ ധാരണയില്ല. ഇതാണ് നമ്മുടെ മറ്റേ ദിവസം. അവിടെ ഇല്ല. വടിക്കുമോ നമ്മൾ താഴത്ത് കണ്ടുപിടിക്കല്ലേ. കേവ് കണ്ടുപിടിച്ചിട്ട് കാണാം. ഗായ്സ്, നമ്മളെ ഡയമണ്ട് കണ്ടുപിടിച്ച കേവിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വഴിയൊക്കെ ഓർത്ത് വെച്ച് വേണം പോവാൻ. അല്ലെങ്കിൽ ഇവിടെ തന്നെ കളി നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് കണ്ടിട്ട് ആ വഴിക്കോളൊക്കെ തിരിച്ചു. ഇതിപ്പോൾ അതാ ലാഭം എടുത്തിട്ട് പോട്ടെ. പറന്നു വരുന്നല്ലേ, മനസ്സിലാവും. ഇവിടെ ഒന്നും ലാഭമില്ല. ഉള്ളത് ഗെയിമിൻ്റെ അടിയിൽ. പിന്നെന്താ പോവാതിരിക്കാനായിട്ട്. നമുക്ക് ഒബ്സീഡിയൻ വേണം. ഇവിടുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് പോയാലോ. വെളുപ്പമായില്ലേ. പക്ഷെ നമുക്ക് വലുതായിട്ട് ധാരണയില്ല ഇതൊന്നും എങ്ങനെ ചെയ്യും. ഡയമണ്ട് പ്രശ്നമില്ല. താഴത്ത് വന്ന ചാവാവും, എനിക്കറിയില്ല. അതാ ലൈഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ശരിയില്ല. നീ കഴിക്കണോ? വേണ്ട, കഴിക്കണ്ടേ. ഇവിടെ ലൈഫോ ഈ ബക്കറ്റിൽ ആവി എടുത്തിട്ട് വേഗം തിരിച്ച് പോയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് ഇവിടെ നിന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് പോയാൽ മതി. എന്താ എടുക്കാതെ
നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. വല്ല ലാവയിലൂടെ നിറഞ്ഞിരിക്കണ വല്ല ലാവയിലൂടെ അത് അയണും ഗോൾഡൊക്കെ ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കണം. കിട്ടുകയാണെങ്കിൽ ഡയമണ്ട് എടുത്തോണ്ട് പോവാം. ഇങ്ങോട്ട് ആടെ ഈ വെള്ളം എടുക്കാനായിട്ട് ഇല്ലല്ലോ. അതെന്താ വെള്ളം എടുക്കാണ്ടത്? എന്തായാലും ആ ഭാഗത്ത് അതിനെ എടുക്കാനായിട്ട് തിരിച്ചു വേണ്ട വഴിയൊക്കെ എനിക്ക് അറിയായിരിക്കും. അവിടെ തന്നെ അവിടെ തന്നെ പോകണ്ടേ. എന്താവോ ഇങ്ങനെല്ലാം പിടിക്കാൻ പറ്റാത്ത ആ ഭാഗത്തുണ്ടല്ലോ. ആ ഭാഗത്തുള്ള ഉണ്ടാവാതിരിക്കില്ല. അപ്പം ഇതാണ് നമ്മൾ വന്ന വഴി. എൻ്റെ മുകളിൽ കാണാൻ കയറാൻ തിരിച്ചാ ഇങ്ങോട്ട് കയറാൻ നമുക്ക് എങ്ങനെയൊക്കെ കയറാൻ പറ്റും. എൻ്റെ കാര്യത്തിൽ മേടിക്കണ്ട. നമുക്ക് വന്ന ഡയമണ്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല. ഡയമണ്ടൊക്കെ നമുക്ക് 600 ആയല്ലേ. അതാ മഴ ലാഭമാണ്. അതെന്താ മുകളിൽ കണ്ട് പക്ഷെ അങ്ങോട്ട് കയറാനാണ് പാടുന്നത്. എന്താണ് മൈൻക്രാഫ്റ്റിന് സൗണ്ട് ഇല്ലാത്തത്? സൗണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് ഇരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ട് മതിയോ? ഇല്ല ഇനിയും കാണാം. വെള്ളം നമുക്ക് പുഴയിലിടുന്നില്ല. തിരിച്ചറിയാതെ കയറി പോയില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് പണി. ലാഭം കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഈ സ്റ്റോണൊക്കെ എടുത്തിട്ട് വേണം. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ആ ഭാഗത്തിലാകുണ്ടായിരുന്നു ആ ചെറിയ വെള്ളം ഇട്ടാൽ മതി. ഇവിടെ മേലെ കയറി സമയത്ത് പൊട്ടി കൊണ്ടുവന്നില്ലേ. എവിടെ ഇവിടുത്തെ ലാഭം എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. ഗോൾഡൊക്കെ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ എടുക്കാം അല്ലേ. വീട്ടില് ഡെക്കറേഷൻ ഉണ്ട്. ഗോൾഡ് കിട്ടാൻ വലിയ പാടില്ല. നമുക്കിപ്പോൾ ഡയമണ്ടിന് വലിയ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നുമില്ല. ഉണ്ടായിരിക്കും. ഈ ലാഭമാണ് വഴിയോട്ട് അടച്ചാൽ ഇത്രയും പൊക്കത്ത് അടച്ചാൽ പിന്നെ എളുപ്പമില്ല. ഇവിടെ വല്ലതുണ്ടെങ്കിലും അതിനാല് നമ്മള് റെഡ് സോൺ എടുക്കണം. ഇതിൽ നിന്ന് നീങ്ങില്ല.
എനിക്കറിയില്ല ഉണ്ടാവില്ല. ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോയപ്പോൾ കുറേ റെഡ് സ്റ്റോൺ ഉണ്ടായത്, അതൊന്നും എടുത്തില്ല. റെഡ് സ്റ്റോൺ വെച്ചാൽ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എടുത്തില്ല. ഇങ്ങോട്ട് കയറി പിന്നെ കാര്യം കഴിയും. ചെറിയ 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 ഇങ്ങോട്ട് ചെറിയ 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 അപ്പം ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല അല്ലേ. എന്നിട്ട് ഇവിടുന്ന് ഒരു ചാട്ടം എൻ്റെ നോക്കി വയ്ക്കുക, അങ്ങോട്ട് പോവുക, ഇത് മൈൻ ചെയ്തിട്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കയറി പോവുക. അതടുത്ത് ചേച്ചി മറ്റേ സാധനമില്ലേ കാണാതല്ല അങ്ങനെയൊക്കെ ആവശ്യം. കാക്കൊക്കെ ഉണ്ടാകും. ഈ വെള്ളത്തിനുള്ളിൽ പോയല്ലോ, വേണ്ട തിരിച്ച് നിന്ന് ഇത് കൊള്ളു കണ്ടോ, അത് എടുത്തോണ്ട് പോവാന്ന് വിചാരിക്കും. ഓപ്പറാണൊന്നും നമ്മൾ എടുക്കില്ല. എന്തെങ്കിലുമൊക്കെയാണ് ആവശ്യം കഴിക്കും. എന്താണ് കേവലൊക്കെ ഇങ്ങനെയല്ല, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, മയ്യൊക്കെ സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. ഇത് പാടാണ് കേട്ടോ. ഗോൾഡ് എടുക്കാതെ കണ്ട 6 ഇല്ലേ, ഇനി കയറാൻ പറ്റില്ല. ഒരു 12 അടുത്ത പാട്ടിലൊക്കെ നോക്കാം. ഇനി ഇരിക്കണ്ടല്ലോ, ഇങ്ങോട്ട് പാടാം. 16 എണ്ണമായി. ഇനിയാണെങ്കിൽ നമുക്ക് മോളിൽ പോയിട്ട് നോക്കാം, അല്ലാണ്ട് നമുക്ക് നടക്കില്ലല്ലോ. എന്തോ ഇങ്ങനെ കയറാം. കഴിഞ്ഞ പെട്ടെന്ന് കഴിഞ്ഞ അയാളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാഭം എടുക്കണം, നമുക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ കഴിച്ച് നമുക്ക് മുകളിലെത്താറായതേ, അതൊക്കെ ഞാൻ വെച്ച പോക്കാം. ദൂരം കയറുമെന്നാണ് ഇപ്പോൾ തന്നെ കുറേ മിനിറ്റ് ഉണ്ടാവും. 30 അതിൻ്റെ ഉള്ളിൽ 15-20 മിനിറ്റ് ഉണ്ടാവും. അത്രയും വലിയ എനിക്ക് ഇറങ്ങി പോണത് പുല്ല് പോലെ, ഇങ്ങനെ നട്ടറ പോലെ നമ്മൾ ഇറങ്ങി പോകും. പക്ഷെ തിരിച്ച് കയറാനാകുമ്പോഴാണ് പ്രശ്നമെല്ലാം കൂടി വരിക. ഇപ്പം എൻ്റെ കയറി കഴിഞ്ഞ് കയറിയതാ, അത് പറ്റിയത് അതിങ്ങാട്ടെ ഗൈസ്. ഇപ്പം നമുക്ക് പോവാം, നീ വീട്ടിലെത്തിട്ട് കാണാം ഗൈസ്. ഇനി പുറത്തെത്തി
ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഇന്നത്തെ വീഡിയോയുടെ പൊട്ടിക്കുന്നത് ആദ്യം ഇങ്ങനെ ആക്കാൻ പാടില്ലാത്ത പറയാം. കിരീടം ഒന്നൊന്നായിട്ടൊക്കെ കിട്ടുക, അതാണ് മഴ കഴിഞ്ഞു. രണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇവിടെ മണ്ണ് നമുക്ക് ആവശ്യമില്ലല്ലോ. മണ്ണ് നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയില്ല, സേഫ്റ്റിക്ക് വേണ്ടി ഇരിക്കട്ടെ. ഞാനും കൊണ്ട് ഇറങ്ങുന്നുണ്ട് ചാടി. ഈ ഭാഗ അടച്ചേക്കാം. അടുത്ത് പ്യോറും വെയിലെടുത്ത് ചാടി. എൻ്റെ മോനെ എനിക്കുള്ളത് പോലെയല്ലോ കളി ആടയില്ല. അത് തന്നെ കണ്ടിട്ടാണ് ഇത് ഇവിടെയും പിന്നെ ഇവിടെ ആരും പോയില്ല. ആരും പോയില്ലെന്ന് ഞാൻ ചിലപ്പോൾ പോയില്ല. നമുക്ക് ഉറങ്ങാം. ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ബക്കറ്റ് എടുക്കാൻ. ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് വെച്ചിട്ട് ഡയമണ്ട് പിക്കാക്സ് എടുത്തിട്ട് എൻജാഡൊന്നും ചെയ്തിട്ടില്ല. എൻജാഡൊക്കെ എൻജാൻഡ് ആ രാവിലത്തെ ഷെയ്ഡടിക്കണത് ഞാൻ പോയിട്ടെ ഗ്രാഫിക്സ് എത്രയും കളിക്കണം നോട്ടെ. വീഡിയോസ് അവിടെ ഗ്രാഫിക്സ് നോട്ടെ. എല്ലാം അൾട്രയിലാണ് നടക്കുന്നത്. അൾട്രയുടെ അപ്പം നമുക്ക് നമ്മൾ ലാഭം ഒഴിക്കേണ്ട സമയമായിരിക്കുന്നു. അൾട്രയിൽ എടുത്തിട്ടും പവറൊന്നും ഇല്ല കേട്ടോ. ഇത് രാത്രി ആയും കിടന്ന് തുടങ്ങി. ഇനി ഞാൻ മണ്ണിൻ്റെ ചേർത്തുകൊണ്ട് ഹൈ ഇത് സ്റ്റോണല്ലേ വേണത്. ഒബ്സീഡിയനാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും. അപ്പം ഈ സ്റ്റോൺ പൊട്ടിച്ചറിഞ്ഞാൽ എന്തുണ്ടാവും? വീണ്ടും സ്റ്റോൺ സ്റ്റോണുണ്ടോ? ഒബ്സീഡിയൻ വേണമെങ്കിൽ ലാഭയാണ് ഒഴിവുണ്ട്. ഇപ്പോൾ ഒബ്സീഡിയൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ബക്കറ്റിൽ ലാവ പോരല്ലോ. ഒരു ഒബ്സീഡിയൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്നും പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ലാവ ബക്കറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഗൈസ്. കാര്യം മനസ്സിലായി.
ഇതിന്ന് ഇപ്പൊ ഇൻഫിൽറ്റ് ചെയ്ത് കിട്ടില്ലേ വെള്ളം, അതും കിട്ടില്ല. അത് കിട്ടാൻ മറക്കും. ഇവിടെ ആവട്ടെ. ഇവിടെയാണ് ഇനി നമ്മുടെ ഒബ്സീഡിയൻ ഉണ്ടാക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാവയ്ക്ക് ഒബ്സീഡിയൻ. അപ്പൊ നമുക്കിനി ആദ്യം വേണ്ടത് ഇവിടെ പോ വെള്ളം നമുക്ക് അവിടെ നിന്നുണ്ട്. ആദ്യം നമുക്ക് ലാവ നിറച്ചൊരു പൂൾ അതിന് വേണ്ടി 1 2 രണ്ടെണ്ണം മാറ്റി 3 2 ബക്കറ്റ് ലാവ നമുക്ക് വേണം മൊത്തത്തിൽ. വീടും കേവിലും ഉണ്ട്. അല്ലാണ്ട് വീടിൻ്റെ അവിടെ ലാഭം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇല്ലായിട്ടൊന്നും സ്ഥലം ഏതാണെന്ന് അറിയില്ല. നമുക്കിന്ന് മൊത്തം രാവിലെ മൊത്തം ഈ രാവിലെ മൊത്തം നമുക്ക് തപ്പം രാത്രിയിലും ഭക്ഷണമില്ല. വലടക്കിയ ലാഭയിലെ ചാട കഴിഞ്ഞുകൊണ്ട് വെച്ചത് ലാഭയില്ല ഒന്നുമില്ല. ഇനി ലാഭ കണ്ടുപിടിക്കാൻ ഒരു കേവില് പോകാം. അതും വലിയ കേവില് തന്നെ പോകണം. ചെറിയ കേവില് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ ഞാൻ വലിയ കേവിൽ പോകണം. ഇനി ആ കേവിന് തിരിച്ച് കയറി ഇറങ്ങി പോയാൽ എന്തോരം നേരെയായിരിക്കും. ഇപ്പം 2 ബക്കറ്റ് ലാഭം മസ്റ്റാണ്. 2 ബക്കറ്റ് ഇതെന്തിട്ട് പോയി എന്താ വവ്വാലല്ലോ നിറച്ചും വവ്വാല്. ഇനി പോവാ വീണ്ടും ലാഭം കണ്ടുപിടിക്കും. ഇത് ഇടങ്ങാറാണല്ലേ, ഇടങ്ങാറാണ്. ഞാൻ വീഡിയോ ഒക്കെ ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മളിതെല്ലാം ചെയ്തത്. പിന്നെ അതേപോലെ വീണ്ടും വേണ്ടി നേരെ വള്ളത്തിലേക്ക് ചാടാൻ പറ്റുന്നുണ്ട്. മര്യാദക്ക് ഇവിടുന്ന് ഒബ്സീഡിയൻ ഉണ്ടാക്കി പോയി. ഇപ്പം ഉണ്ടല്ലോ ഇവിടുന്ന് ഉണ്ടാക്കി പോയി. പോവാണ് വലിയ പാടൊന്നുമില്ല. തിരിച്ച് പോവാ എടുക്കുക. വിചാരിച്ചാവും വേഗം പോളണ്ട ആറുമറൊക്കെ. എന്തായാലും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ഇല്ല ഈ കേവല്ലല്ലോ അല്ല ഇതിൻ്റെ അപ്പുറത്തെ ഹോള്. കേവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാണല്ലോ. മാറിക്ക് ഞാൻ പോയിട്ട് എൻ്റെ സാധനങ്ങൾ എടുത്തിട്ട്. ഇപ്പം എൻ്റെ ആർമറൊക്കെ പോയിട്ടുണ്ട്. പോയിട്ടൊന്നുമില്ല. എന്തായാലും ഒരു 15 ആണ് പോയത്. അതാ കിടക്കും. നേരെ ചാടാൻ പോയാൽ എന്താവും. പതുക്കെ ഇറങ്ങാൻ പോയാലും ചാവും. പതുക്കെ ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ഇങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടി. നമുക്ക് നമ്മളെല്ലാം കിട്ടി. എല്ലാം ഉണ്ടോ ഇല്ലല്ലോ. ഹെൽമെറ്റ്, ഷൂ, ഇനി നമ്മുടെ കാര്യങ്ങൾ ഇരുത്താനുണ്ട്. ഇതൊക്കെ മറ്റേ നോക്കട്ടെ. അതെടുക്കണല്ലോ
ഒപ്റ്റീരിയനും കിട്ടി. എൻ്റെ ഒരു ആർമർ കൂടി കാണണല്ലോ. അതവിടെ ആ ബക്കറ്റ് കിട്ടി. ഒരു ബക്കറ്റ് അല്ലേ നമ്മൾ എടുത്തത്. ഇനിയും ഉണ്ട് ബക്കറ്റ്. അതൊക്കെ കണ്ടിരിക്കണല്ലോ. ഇതെന്തിനാ ഇത് മൈൻ ചെയ്യാനുള്ള ഡയമണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ ഇതും കിട്ടി. അങ്ങോട്ടെ എല്ലാം കിട്ടി. ഇവിടെ എന്തെങ്കിലും എടുക്കണ്ട. നമുക്ക് അവിടെ പാൻറ്റും കിട്ടി. ഒരു ബക്കറ്റാണോ നമ്മൾ കൊണ്ടുവന്നത്? അല്ലല്ലോ, 2 ബക്കറ്റല്ലേ കൊണ്ടുവന്നേ. അങ്ങനെയല്ലല്ലോ. അപ്പം എൻ്റെ ഒരു ബക്കറ്റ് പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായി. ഒരു ബക്കറ്റ് ശരിക്കും ഞാൻ കൊണ്ടുവന്നതാണോ എനിക്കറിയില്ല. ഒരു ബക്കറ്റെങ്കിൽ ഒരു ബക്കറ്റ് ഞാൻ ലാവയിൽ കൊണ്ടുവന്നില്ല. അതെന്താ സമയമില്ല. ഇല്ലേ മറ്റേ പൂളിൽ നിന്ന് എടുക്കാറ്. പൂളാണെന്നാണ് ഇനി ലാവയിലും ഉണ്ട്. ഇല്ല, എൻ്റെ വെള്ളമെല്ലാം പോയല്ലോ. ഇനി ലാഭ എടുത്തിട്ടാണോ വെള്ളത്തിൽ കൊണ്ടുപോയിക്കണ്ടേ? അതാണ്. പിന്നെ ലാഭ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒഴുകണ ലാഭം പോരാ. അവിടേക്ക് കയറുന്നു. വേറെ വഴിയില്ല. അതാ ഒരു വവ്വാല് കയറി അവിടെ ചത്തു. നമുക്കറിയില്ലല്ലോ ലാവ എന്താണ്, അത് എങ്ങനെയാണ് കയറിയ ചാവുന്നു. അടുത്തില്ല സമയമില്ല ചാവുന്നു. എൻ്റെ മോനെ അത് പൊടിച്ചോടുന്നു. എൻ്റെ മോളും കൊണ്ടുപോയി. ചാറിന ഓട്ടം നോക്കുമ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് എടുക്കാന്ന് കൊണ്ട് നമുക്കിപ്പോൾ വേണ്ടതില്ല. എനിക്ക് അല്ലാണ്ട് കഴിയില്ല. ഇവിടുന്നല്ലേ വേണേ. പക്ഷെ പൊട്ടിച്ച പ്രശ്നമാവോ? എൻ്റെ ഒരു നമുക്ക് 2 ബക്കറ്റ് കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. വെള്ളം പോയിന്ന് തോന്നുന്നു. പോട്ടെ. ലാവയിൽ കൊണ്ടുവന്ന വെള്ളമല്ല, വള്ളത്തിലാണ് ലാവ ഒഴിക്കണ്ടേ. ഇവിടെ മറ്റേ പോലെ തന്നെ ലാവ
വെച്ചാൽ അയക്കുന്ന ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാമെന്നാണ് എൻ്റെ അറിയിപ്പ്. ഇനി അടുത്തൊരാവുണ്ടില്ല. ഇനി നമുക്ക് ആ മാറ്റിക്കാണ് പോകുന്നത്. താഴത്ത് ഇപ്പോൾ ഞാവ ഫുള്ളായി കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞോളൂ. ബക്കറ്റ് വരുന്നില്ല. ഞാൻ ബക്കറ്റ് ഇട്ടില്ല. ഇവിടുന്ന് ഇരിക്കാനുള്ള വഴിയൊന്നും മറക്കുകയേ. കുഞ്ഞു വഴിയൊന്നും മറക്കില്ലേ. എടുത്തോണ കാണാട്ടോ. ഇല്ല, ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്ന ലാഭം എടുക്കാനല്ലേ. ഇവിടെ ലാഭമൊന്നുമില്ലല്ലോ. അതാ വെള്ളമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താ വാർഡുണ്ടത് അവാർഡുണ്ട്. അപ്പൊ തിരിച്ചു പോകാനുള്ള വഴിയൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷേ എവിടെ ഇരിക്കില്ല ലാഭം കിട്ടുക. ഒരേ ഒരു പക്കറ്റ് ലാഭം കൂടി ഇതേ അവിടെ തിളങ്ങണേ. ഈ ലാഭം എടുക്കാല്ലേ. കഴിയുന്നത് അത് അവിടെ വേറെയും ലാഭം. വഴിയൊക്കെ ചെറിയൊരു കൺഫ്യൂഷനുള്ള ചാൻസ്. ഇതന്നെ വഴി. ഞാൻ എൻ്റെ വഴി കിട്ടി അതില്ല. ഇങ്ങോട്ട് തന്നെ കയറേണ്ട വഴി ഇതാണെങ്കിലും ലാഭം വെച്ചത് അവിടെ ഇല്ല. അങ്ങോട്ട് പോകാം. രണ്ടാമത്തെ ബക്കറ്റ് ലാഭം. അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് എടുക്കാത്തത് ലാസ്റ്റ് 3 ബക്കറ്റ് ലാഭം വരുന്നത്. അങ്ങനത്തെ ഇൻഫിനിറ്റി ലാഭം. രണ്ടെണ്ണം മതി. ഇപ്പം 3 വേണം. അതാ ഒരു ലാഭം. വള്ളത്തിൻ്റെ പോലെ നോക്കുമ്പോൾ അത് വേറെന്തോ ടൈപ്പ് ലാഭം എടുക്കുക. സമയമില്ല. ദൂരന്ന് എടുക്കാൻ പറ്റില്ല. ലാഭം എടുക്കണ ലാഭ ഇയാൾക്ക് എടുക്കാനും തുടങ്ങി. കേറിയ പണിയാവോ. അമ്മേ എന്ത് അവിടെ നിന്ന് എടുക്കൂ. മുകളിൽ നിന്ന് എടുത്ത് മാറ്റി പണിയായി. ഓരോ ആയിരുന്നു പണി കിട്ടി. വളർത്തിക്കൂടെ വേഗം ഇവിടെ മൂന്നാമത്തെ കൊല്ലം കൂടി നടക്ക് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയി. എടുക്കുക. എത്ര എടുക്കാൻ പറ്റും. എത്ര എടുക്കാം. പക്ഷെ ലിമിറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. ലാഭം എടുത്ത് വെള്ളത്തിലാണ് ഒഴിക്കേണ്ടത്. ഒഴുകണ വെള്ളത്തിലാണ്. വെള്ളത്തിൽ ഇത് വർക്കൗട്ടായി. ഇവിടുന്ന് അങ്ങോട്ട് ഒഴിക്കാം. ആദ്യം എൻ്റെ വാക്കാണ്. ഇത് സ്റ്റോണാണ്. നടക്ക് കത്തി പോകും. മൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം.
ഗൈസ് നമുക്ക് ഒബ്സീഡിയം 13 കിട്ടി. അതിൻ്റെ ഇടയിൽ നമുക്ക് 7 ഡയമണ്ടും കിട്ടി. അവിടുന്ന് കിട്ടി 7 പറഞ്ഞാൽ കഴിഞ്ഞ കളി കുറേ എണ്ണമൊക്കെ ഉണ്ടായതാണ്. ഇനി ആഴ്ച കേലിക്ക് പോയാൽ ഇത് ഇവിടെ വാർഡൻ ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം. എന്നാലും വാർഡൻ ഉള്ളതാണ് കുറേ കഴിഞ്ഞു. ഇതാരും നടക്കുന്നു വലിയൊരു അപ്പോൾ ഗൈസ് ഇനി എൻ്റെ മണ്ടയ്ക്ക് കയറണം. മണ്ടയ്ക്ക് കയറി. അപ്പോൾ ഗൈസ് നമ്മളിവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വയനൊഴുകി ഡയമണ്ട് കിട്ടി. മൊത്തം 10 ഡയമണ്ട്. എമ്മളിലേക്കാണ് പോകേണ്ടത്. അയ്യോ ചിലപ്പോൾ വീണ്ടും ഈ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല മറ്റേ ഇത് കത്തിക്കണം ഇതെങ്ങനെ ഉണ്ടാകും. ഇനി കയറി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ 10 ഡയമണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ താഴത്തേക്കും വീണു. ഇപ്പോഴാണ് നമുക്ക് നേരിട്ട് ആ കേവിൻ്റെ വഴി മനസ്സിലായത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ വേറെ ഏതോ തേങ്ങ വഴി കൂടെ പോയത്. ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ആ ബക്കറ്റ് എവിടെ പോയി. ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് എടുത്തിട്ടുണ്ടാവുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ബക്കറ്റ് എടുത്തിട്ടുണ്ടായി. പക്ഷെ ബക്കറ്റ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും. അത് ഡീസ്പോണായി പോയിണ്ടാവും. ഇപ്പോൾ അത് ആ സമയത്ത് ഡീസ്പോണായി പോയിണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ ആ ബക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ടായി. 2 ബക്കറ്റ് എടുത്തിട്ടുണ്ടായി. ഒരു ബക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ബക്കറ്റും കിട്ടി. അങ്ങനെ ഒരു അതിൻ്റെ ഉള്ള ഇപ്പം നമ്മൾ 11 ഡയമണ്ട് പിന്നെ ഗോൾഡ് പിന്നെ ഇതിരിക്കട്ടെ. പിന്നെ ഇതെന്തുട്ടാന്ന് എനിക്കറിയുന്നു. പിന്നെ നമുക്കിത് വെച്ച് ഇപ്പം ഉണ്ടാക്കേണ്ടതല്ലേ. ഇരിക്കട്ടെ. പിന്നെ ഇത് ഒഴിക്കട്ടെ. അപ്പം നമ്മുടെ ഒന്നും വേണ്ട. വിശക്കുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഉറങ്ങാനുള്ളതാണ്. ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് 41 മിനിറ്റായിട്ടാ. കുറേ സ്കിപ്പ് ചെയ്തിട്ടാണല്ലോ. എനിക്കിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. എനിക്കുണ്ടല്ലോ 30 മണിക്കൂർ. ഇപ്പം അതായിരിക്കുന്നു കയറ്. ഗൈസ് നമ്മൾ എൻ്റർപോർട്ടിൽ കത്തിക്കാനായിട്ട് നമുക്കത് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു അയേണിങ് കിട്ടി. അതല്ലേ നമ്മുടെ അയേണെന്ന് പറഞ്ഞാൽ ചീപ്പാണ്. ചീപ്പ് ഏറ്റവും ചീപ്പസ്റ്റ് അയേണായിരിക്കും. കാരണം 6 പവറിലായാൽ പിന്നെ നമുക്ക് ചീപ്പാണല്ലോ. കളി തുടങ്ങാൻ അയേണായിരിക്കും എല്ലാവരും ആദ്യം തന്നെ എടുക്കാൻ. എൻ്റെ ആഗ്രഹം എനിക്ക് എൻ്റെ ഒരു വീടിൻ്റെ ഏത് ഭാഗത്തായിട്ട് വേണം എൻ്റർപോർട്ടിൽ. വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് വേണോ അതോ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് സ്ഥലം കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ എൻ്റർപോർട്ടൊക്കെ ഉണ്ടാക്കി. അതായത് പണിയൊന്നും ചോദിച്ചാൽ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മുടെ പണി പറയുന്നത്. എൻ്റർപോർട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സൗണ്ട് ഉള്ളല്ലേ പുറത്ത് പോകുന്ന സംശയം. വാല് ഇറക്കട്ടെ. ഇനി ചെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ ആർമറൊക്കെ ഊരിയിട്ട് നമുക്കൊരു ഒന്നുകൂടാണ്ട് പോകും. ഇനി ചത്ത നമ്മളെല്ലാം പോയി. ഒന്നുകൂടാണ്ട് അതൊക്കെ എടുത്ത് ഇനി വലിയ ചെസ്റ്റ് തന്നെ ഇപ്പോൾ 2-3 എണ്ണം വേണ്ടി വരുമല്ലോ. അങ്ങനെ പോയാ എല്ലാം മാറ്റി വയ്ക്കട്ടോ. എന്നാലും മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ വാതിലടയ്ക്കുക. നമുക്ക് നേരെ എൻ്റെ പോസ്റ്റിലേക്ക് കയറുക.
ആ ഇത് നല്ല സ്ഥലല്ലേ. ഇത് സോൾ സാൻഡ് അല്ലേ? ഇത് എന്ത് തൂണുകൾ നമ്മുടെ ഇത് എവിടെ സോണായ മഴയല്ലേ ഏറ്റവും കൂടുതലാവല്ലേ. നീ ഇവിടെ തന്നെ നമ്മളാവുള്ളൂ കേട്ടോ സോണൊക്കെ. പിഗിനൊന്നും കാണണില്ല. മക്കളൊക്കെ എനിക്ക് ഇവിടെ കുറച്ച് വലുതായിട്ട് അറിഞ്ഞൂടാ. നമ്മുടെ ലക്കേ നമ്മുടെ നഗറിൽ പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഹാപ്പി കാസ്റ്റിന് കിട്ടി. ഇങ്ങനെ മുക്കിയിട്ടാലാണ് വലുതാവാന്നൊക്കെ നമ്മൾ കേട്ടത്. പാർട്ട് 4 കണ്ടാണ് അതെന്നാ അത് തിളങ്ങണത്. ഇതെന്ത് തേങ്ങ നമ്മൾ ആദ്യമായിട്ടാണ് ഇമ്മാതിരി കളി കളിക്കുന്നത്. ശബ്ദം കേൾക്കണ്ട. നമ്മൾ തുടങ്ങി സ്പോണായി ഹാപ്പി കാസ്റ്റിന്റെ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടുന്ന് ആദ്യത്തെ കണ്ടയിലൊന്നും ഉണ്ടായില്ല, രണ്ടാമത്തെ കണ്ടയിൽ ഉണ്ടായില്ല, മൂന്നാമത്തെ കണ്ടയിൽ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ തൊട്ടടുത്തായിരുന്നു. നിങ്ങൾ കാണിച്ചേ എന്താ പശു കൊടാർന്ന് ഹാപ്പി കാസ്റ്റിന്റെ തല്ലി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഹാപ്പി കാസ്റ്റിന്റെ മുകളിൽ നിന്ന് എൻ്റെ വീടും ഇവിടെയൊക്കെ കാണാം. ഇനി അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വേണേ ഭയം ഞാൻ പറയത്തില്ല. ഇല്ലല്ലോ ഹാപ്പി കാസ്റ്റ് എവിടെ ഹാപ്പി കാസ്റ്റ് ഒന്നും വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ തിളക്കാൻ കണ്ടില്ലോ. അതിൻ്റെ കാര്യം നമുക്ക് കയറി നമ്മൾ സോണതിൽ എനിക്ക് ഭയങ്കര ചക്കാന്ന് തോന്നുന്നു. ഹാപ്പി കാസ്റ്റ് വലുതാവും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് അടുത്ത പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. ഹാപ്പി കാസ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഹാപ്പി കാസ്റ്റ് അപ്പോഴേക്കും വലുതാവുമായിരിക്കും. ഡേ എത്രയാ? ഡേ 19 ഇപ്പോൾ 19 ദിവസം കൊണ്ട് അയൺ ആർമർ, ഡയമണ്ട് ആർമർ, പിന്നെ ഹാപ്പി കാസ്റ്റിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ? 47 മിനിറ്റത്തെയാണ്, കുറച്ച് ലോങ്ങാണ്. നമുക്ക് 10 ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഒരു ഇന്നത്തെ ടാർഗറ്റ് അനുസരിച്ചൊരു 20 ലൈക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. നിർത്ത്.